ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണോ ഈ മൺവാസന എന്നാണ് സിനിമയുടെ പേര്, മൺവാസന. 82, 84 ആ കാലഘട്ടത്തിൽ റിലീസായ പടമാണ്. ഇപ്പോൾ ചിത്ര ലക്ഷ്മണൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്രൊഡ്യൂസറുണ്ട് അക്കാലത്ത്, അദ്ദേഹം ഇപ്പോൾ അഭിനയിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ സെറ്റിൽ അദ്ദേഹം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നോ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നോ എനിക്ക് ചെറിയ ഓർമ്മയുള്ളൂ. എന്നോട് അദ്ദേഹം തന്നെയാണ് ഈ കഥ പറഞ്ഞത്. ഈ മൺവാസനയുടെ ഷൂട്ടിങ്ങിന് മധുരയിൽ ചെല്ലുമ്പോൾ ഭാരതിരാജ സാറ് ഒരു ഹീറോയെ ചൂസ് ചെയ്തിരുന്നു. അയാൾക്ക് എന്തോ ഒരു അസുഖം എന്തോ വരുന്നിട്ട് ഇയാളെ മാറ്റേണ്ട അവസ്ഥ വന്നു. അയാളില്ല, അയാളുടെ ആബ്സെൻസിൽ ഇങ്ങനെ പടം സ്റ്റക്കായിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസം ഷൂട്ടിംഗ് ഇല്ല. അപ്പോൾ ഇവർ വെറുതെ ഒരു ദിവസം മധുര മീനാക്ഷി അമ്മൻ കോവിലിലെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ എന്തോ ഉത്സവമൊക്കെ നടക്കുന്ന കാലമായിരുന്നു. അപ്പോൾ 2 സൈഡിലും ഒരുപാട് കടകളുണ്ട്. ഈ വളയമാലയൊക്കെ വിൽക്കുന്ന കടകളില്ലേ, നമ്മുടെ കോട്ടയത്ത് ചിന്തിക്കട എന്ന് പറയും. അങ്ങനത്തെ നിറയെ കടകൾ ഇങ്ങനെ അടുങ്ങിയിരിപ്പുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ച് പാട്ടൊക്കെ പാടി അതിലിങ്ങനെ നടക്കുക, ചുമ്മാ ടൈം പാസിന് പോയതാണ്. പോയപ്പം ഒരു കടയിൽ കയറി, വെറുതെ ഒരു ചിന്തിക്കടയിൽ കയറി, വളക്കടയിൽ കയറിയപ്പം അവിടെ ഒരു വെളുത്ത് ചുവന്നൊരു പയ്യൻ നിൽക്കുന്നു ആ കടയിൽ. അപ്പോൾ ഈ ചിത്രാലക്ഷ്മണൻ സാർ പറയാണ്, ഭാരതിരാജ സാറിന് പെട്ടെന്ന് തോന്നി ഇവൻ നല്ല ഇരിക്കുമേ, ഇവനെ പോട്ടില്ലാമേ എന്ന് പറഞ്ഞിട്ട് ആ കടയിൽ നിന്ന് ചൂസ് ചെയ്ത പയ്യനാണ് പിൽക്കാലത്ത് ഏറ്റവും അറിയപ്പെട്ട മൺവാസനയിലെ ഹീറോ ആയിട്ട് വന്ന പാണ്ഡ്യൻ. ഒന്നാലോചിച്ച്, ഒരു നടൻ്റെ ജന്മം ആലോചിച്ച്.